നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന വാദം പലപ്പോഴും ഉയരാറുണ്ടെങ്കിലും ചില കേസുകളിൽ കാലതാമസം നേരിട്ടാലും സത്യം ജയിക്കുമെന്നതിന്റെ തെളിവാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തു വന്ന ഈ വിധിന്യായം. കണ്ണൂർ പിണറായിലെ പ്രശസ്ത ജോത്സ്യൻ പാറപ്രം കോളാട്ടെ കുഞ്ഞിരാമൻ ഗുരുക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി CK റമീസിന് ലഭിച്ച ജീവപര്യന്ത ശിക്ഷ കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെയും നീതിന്യായ നിർവഹണത്തിലെയും സുപ്രധാനമായ ഒരു അധ്യായമാണ്. 2012 ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിലാണ് ശാന്തസുന്ദരമായ പിണറായി ഗ്രാമത്തെ നടുക്കിയ അക്രമം അരങ്ങേറുന്നത്. പാറപ്രം കോളാട്ട് ഒരു ജ്യോത്സ്യശാലയം നടത്തി വരികയായിരുന്നു കുഞ്ഞിരാമൻ ഗുരുക്കൾ. ആ നാട്ടുകാർക്കും ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്നവർക്കും അദ്ദേഹം വെറും ഒരു ജ്യോത്സ്യൻ മാത്രമായിരുന്നില്ല. പലരുടെ മാനസിക വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു വഴികാട്ടി കൂടിയായിരുന്നു. എരഞ്ഞോളി സ്വദേശിയായ CK റമീസ് തന്റെ വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും ഐശ്വര്യത്തിനുമായാണ് ഗുരുക്കളെ സമീപിച്ചു തുടങ്ങിയത്. കാലക്രമേണ റമീസ് ഗുരുക്കളുടെ ജ്യോത്സ്യശാലയത്തിലെ സ്ഥിരം സന്ദർശകനായി മാറി. ജ്യോത്സ്യത്തിന് പുറമെ മന്ത്രവാദ കർമ്മങ്ങളിലും മറ്റും വിശ്വസിച്ചിരുന്ന റമീസ് തന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി പലപ്പോഴായി വലിയ തുകകൾ കുഞ്ഞിരാമൻ ഗുരുക്കൾക്ക് കൈമാറിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മനുഷ്യസഹജമായ ആഗ്രഹങ്ങളും അവ നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന നിരാശയുമാണ് ഈ കൊലപാതകത്തിന്റെ മൂലകാരണം. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ജ്യോതിഷ പരിഹാരങ്ങളിലൂടെ മന്ത്രവാദങ്ങളിലൂടെ നടപ്പിലായില്ല എന്ന് റമീസ് വിശ്വസിക്കാൻ തുടങ്ങി. താൻ നൽകിയ വലിയൊരു തുക നഷ്ടപ്പെട്ടതായും കുഞ്ഞിരാമൻ ഗുരുക്കൾ തന്നെ വഞ്ചിക്കുകയാണെന്നുമുള്ള ചിന്ത റമീസിന്റെ മനസ്സിൽ ഉറച്ചു. ഈ നിരാശ പതുക്കെ വ്യക്തിപരമായ ശത്രുതയായും പിന്നീട് കൊലപാതക വാസനയുമായി വളർന്നു. താൻ നൽകിയ പണം തിരികെ ലഭിക്കാത്തതും റമീസിനെ പ്രകോപിപ്പിച്ചു. ജ്യോത്സ്യശാലയത്തിൽ വെച്ച് പലതവണ ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായതായും സൂചനകൾ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 4 വൈകുന്നേരം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞ ക്രൂരകൃത്യം നടപ്പിലാക്കാനായി റമീസ് പാറപ്രത്തെ ജ്യോത്സ്യശാലയത്തിലെത്തി. മറ്റാരും അടുത്തുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി താൻ കരുതിയിരുന്ന മാരകമായ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അയാൾ കുഞ്ഞിരാമൻ ഗുരുക്കളെ ആക്രമിച്ചു. നെഞ്ചിലും വയറിലും ആഴത്തിലുള്ള മുറിവുകളേറ്റ ഗുരുക്കൾ വേദന കൊണ്ട് പുളഞ്ഞു നിലവിളിച്ചു. ഈ നിലവിളി കേട്ടാണ് തൊട്ടടുത്ത മുറിയിലോ പരിസരത്തോ ഉണ്ടായിരുന്ന മകൻ ശ്യാംജിത്ത് ഓടിയെത്തുന്നത്. മകൻ എത്തുമ്പോഴേക്കും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും അവിടെ നിന്ന് വേഗത്തിൽ ഓടി മറയുന്ന റമീസിനെയുമാണ് കണ്ടത്. ആക്രമണം നടന്ന ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഗുരുക്കളെ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. നില അതീവ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. ഒന്നിലധികം ശസ്ത്രക്രിയകൾക്കും അദ്ദേഹം വിധേയനായി. എന്നാൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ മാരകമായ മുറിവുകൾ കരിഞ്ഞില്ല. ഏകദേശം 22 ദിവസത്തോളം മരണത്തോട് മല്ലിട്ട് 2012 ഫെബ്രുവരി 26 കുഞ്ഞിരാമൻ ഗുരുക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. കൊലപാതകം നടന്നയുടൻ തന്നെ കണ്ണൂർ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. മകൻ ശ്യാംജിത്തിന്റെ മൊഴിയായിരുന്നു കേസിലെ നിർണായകമായ ഒന്ന്. പ്രതിയെ നേരിട്ട് കണ്ടിട്ടുള്ളതിനാൽ തിരിച്ചറിയൽ നടപടികൾ എളുപ്പമായി. എങ്കിലും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തുക, കൃത്യമായ സാഹചര്യ തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന് വെല്ലുവിളിയായിരുന്നു. പ്രതി റമീസ് ഗുരുക്കളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അവരുടെ സന്ദർശനങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഒടുവിൽ വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ നടപടിക്രമങ്ങളുടെ സങ്കീർണത മൂലം ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ 12 വർഷത്തോളം സമയമെടുത്തു. സാക്ഷികളെ വിസ്തരിക്കുന്നതിലും തെളിവുകൾ ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ അതീവ ജാഗ്രത പുലർത്തി. മൊത്തം 35 സാക്ഷികളെയാണ് കോടതി ഇക്കേസിൽ വിസ്തരിച്ചത്. മകൻ ശ്യാംജിത്ത് ഉൾപ്പെടെയുള്ള ദൃക്സാക്ഷികളുടെ മൊഴികൾ കേസിൽ നിർണായകമായി. ഏകദേശം 50ഓളം രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. മെഡിക്കൽ റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് തെളിവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രതിഭാഗം പലതവണ വാദങ്ങൾ നിരത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വ്യക്തമായ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും റമീസിനെതിരെയായിരുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. പ്രതി CK റമീസ് കുറ്റക്കാരനാണെന്ന് കോടതി നിസ്സംശയം കണ്ടെത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതക കുറ്റത്തിന് റമീസിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ശിക്ഷാവിധിയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കോടതി വിധിച്ച പിഴത്തുകയാണ്. 35,000 രൂപ പിഴയൊടുക്കാൻ റമീസിനോട് കോടതി നിർദ്ദേശിച്ചു. ഈ തുക കൊല്ലപ്പെട്ട കുഞ്ഞിരാമൻ ഗുരുക്കളുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി നൽകണം. പിഴയൊടുക്കാത്ത പക്ഷം കൂടുതൽ കാലം തടവ് അനുഭവിക്കേണ്ടി വരും. 12 വർഷം കഴിഞ്ഞാണെങ്കിലും കൃത്യമായി ശിക്ഷ ലഭിച്ചത് മരിച്ച ഗുരുക്കളുടെ കുടുംബത്തിന് ചെറിയ തോതിലെങ്കിലും ആശ്വാസം നൽകുന്നതാണ്. ഈ വിധി സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ പലതാണ്. എത്ര കാലം കഴിഞ്ഞാലും ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിക്കുമെന്നത് ഉറപ്പാണ്. ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലും അമിതമായി വിശ്വസിക്കുകയും അതിനായി വലിയ തുകകൾ ചിലവഴിക്കുകയും ചെയ്യുന്നവർക്ക് പലപ്പോഴും നിരാശയാണ് ഫലം. ഈ നിരാശ മനുഷ്യനെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. നീണ്ട 12 വർഷം തെളിവുകൾ ചോർന്നു പോകാതെ സംരക്ഷിക്കുകയും സാക്ഷികളെ കൃത്യമായി ഹാജരാക്കി കുറ്റം തെളിയിക്കുകയും ചെയ്തത് അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വലിയ വിജയമാണ്. കുഞ്ഞിരാമൻ ഗുരുക്കളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഒരു വലിയ കാത്തിരിപ്പിന്റെ പര്യവസാനമാണ്. തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട മകനും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും ഈ വിധിയിലൂടെ ലഭിച്ചതും നീതിയാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായിയെ പോലുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന ഈ കൊലപാതകം കേരള മനസ്സാക്ഷിയെ നടുക്കിയ ഒന്നായിരുന്നു.
പ്രതിക്ക് ലഭിച്ച അർഹമായ ശിക്ഷ വരും കാലങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഒരു മുന്നറിയിപ്പായി വർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.